കൊല്ലം അമ്പനാട് പ്രിയ എസ്റ്റേറ്റിന് താഴെത്തോട്ടത്ത് പശുവിനെ വന്യമൃഗം കൊന്നു. വെള്ളായിതുരയുടെ പശുവാണ് ചത്തത്. കടുവയാണ് പശുവിനെ ആക്രമിച്ചതെന്ന് ഉടമ പറയുന്നു. എന്നാൽ കടുവയാണ് പശുവിനെ കൊന്നതെന്ന് വനം വകുപ്പ് സ്ഥിരീകരിച്ചിട്ടില്ല. എം മനോജ് ചേരുന്നു. മനോജ്, എന്താണ് വിശദാംശങ്ങൾ മനോജ്? അനിൽനമ്പ്യാർ, ഇന്നലെയാണ് മേയാൻ വിട്ട പശുവിനെ വന്യമൃഗം ആക്രമിച്ചിട്ടുള്ളത്. വെള്ളൈതുരയുടെ പശുവാണ് ചത്തത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കൊല്ലം അമ്പനാടുള്ള പ്രിയ എസ്റ്റേറ്റിലെ താഴെത്തോട്ടത്താണ് ഇത്തരത്തിൽ ഈ പശുവിനെ വന്യമൃഗം കൊന്നിരിക്കുന്നത്. അതേസമയം തന്നെ പശുവിനെ കൊന്നത് കടുവയാണെന്നാണ് ഈ ഉടമയായിട്ടുള്ള ആള് വ്യക്തമാക്കുന്നത്. എന്നാൽ അത്തരത്തിലൊരു സ്ഥിരീകരണം വനം വകുപ്പ് പറയുന്നില്ല. കടുവയാണ് പശുവിനെ കൊന്നതെന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. അതേസമയം തന്നെ ഇതൊരു പൂട്ടിക്കിടക്കുന്ന എസ്റ്റേറ്റ് ആണ്. അതായത് ഈ വനമേഖലയോട് ചേർന്നാണ്, അച്ചൻകോവിൽ റേഞ്ചിന്റെ ഭാഗമായിട്ടുള്ള വനത്തോട് ചേർന്ന പ്രദേശമാണ്. ഇവിടെ ഇത്തരത്തിലുള്ള എസ്റ്റേറ്റുകളുണ്ട്. ഈ ഭാഗത്തേക്കാണ് ഇവിടെയുള്ളവർ ഇത്തരത്തിൽ വളർത്തുമൃഗങ്ങളെ മേയാൻ വിടുന്നത്. ആ സമയത്താണ് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായിട്ടുള്ളത്. നേരത്തെയും ഇതേ ആളുടെ തന്നെ വളർത്തുമൃഗങ്ങളെ ഇത്തരത്തിൽ വന്യമൃഗം ആക്രമിച്ചിട്ടുള്ളതായും നാട്ടുകാരൊക്കെ പറയുന്നുണ്ട്. എന്തായാലും കടുവയുടെ സാന്നിധ്യം ഈ പ്രദേശത്തുണ്ട് എന്നുള്ള കാര്യം അത് നേരത്തെ തന്നെ വനം വകുപ്പ് സ്ഥിരീകരിച്ചതാണ്. കാരണം വനമേഖല ആയതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് ഇത്തരത്തിൽ വന്യമൃഗങ്ങളുടെ സാന്നിധ്യമുണ്ട് എന്നുള്ള കാര്യം. എന്തായാലും ഈ പശുവിനെ ആക്രമിച്ചു കൊന്നത് ഈ ഉടമ പറയുന്നത് പോലെ കടുവയാണ് എന്നുള്ള കാര്യത്തിൽ ഇതുവരെ വനംവകുപ്പ് ഒരു സ്ഥിരീകരണം നൽകിയിട്ടില്ല. എന്തായാലും വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. കാരണം വളർത്തുമൃഗങ്ങളെ, അതായത് കഴിഞ്ഞ കുറച്ചു ദിവസം മുമ്പാണ് ഈ പത്തനാപുരം മേഖലയിലൊക്കെ ഇത്തരത്തിൽ വളർത്തുമൃഗങ്ങളെ പുലി ആക്രമിച്ചു കൊന്നത് എന്നുള്ള കാര്യം നാട്ടുകാർ വലിയ പരാതി ഉന്നയിച്ചിരുന്നത്. അതിനു പിന്നാലെയാണ് ഇപ്പോൾ ഈ അച്ചൻകോവിൽ ഭാഗത്തും ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. നന്ദി മനോജ്.